സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസിന്റെ പരിശോധന ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിലാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, സംസ്ഥാന വ്യാപകമായ പരിശോധനയാണോ? പെട്ടെന്നുള്ള ഈ തെരച്ചിലിനും റെയ്ഡിനും പിന്നിൽ എന്താണ്? രജിസ്ട്രാർ ഓഫീസുകളിലെ അല്ലെങ്കിൽ അവിടുത്തെ അധികാരികളെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് വിജിലൻസിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കുറച്ചധികം നാളുകളായിട്ട് വിജിലൻസ് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധാലുക്കളായിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് അപ്രതീക്ഷിതമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന വ്യാപകമായിട്ടുള്ള രജിസ്ട്രാർ ഓഫീസുകളിൽ എല്ലാം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധന തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി പലയിടത്തും ഇപ്പോഴും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നാണ് ഈ ഒരു പരിശോധനയ്ക്ക്, സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഈ ഒരു പരിശോധനയ്ക്ക് പേരിട്ടിരിക്കുന്നത്. പലരും ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും പട്ടയത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടും എല്ലാം രജിസ്റ്റർ ഓഫീസുകളിൽ എത്തുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള പരാതികളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഓഫീസുകളുടെ പ്രവർത്തനം ഓൺലൈൻ രീതിയിലാക്കണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി സംസ്ഥാനത്താകെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെയും പല രജിസ്റ്റർ ഓഫീസുകളിലും ഇപ്പോഴും പഴയ രീതിക്കുള്ള ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള ഇടപെടലുകളിലൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഊർജിതമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പരിശോധന സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. മന്ത്രിസഭാ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് വിജിലൻസ് മുന്നിട്ടിറങ്ങിയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പല റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീഴ്ചകളും വിജിലൻസിന് വ്യക്തമായി അറിയാവുന്നതാണ്. ഇപ്പോൾ നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് അനധികൃതമായി കുറച്ച് പണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിസ്സാരമായ ഒരു തുകയാണെങ്കിലും ആ തുകയുടെ കണക്ക് എന്താണ് എന്ന് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് വിജിലൻസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. 4700 രൂപയാണ് നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയൽ റൂമിൽ സൂക്ഷിച്ച ആധാരങ്ങളുടെ പകർപ്പിൽ നിന്നാണ് ഈ പണം കണ്ടെത്തിയിരിക്കുന്നത്. അനധികൃതമായി ഈ പണം കൈപ്പറ്റിയ ഉദ്യോഗസ്ഥൻ ആരാണ് എന്നിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.